റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്ന ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് അമേരിക്ക ചുമത്തിയ അധിക താരിഫിനെ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പിന്തുണച്ചു. അമേരിക്കൻ ബ്രോഡ്കാസ്റ്റർ ABC-യോട് സംസാരിക്കവേ ഈ നടപടി ശരിയായ ഒരു ആശയമാണെന്ന് സെലൻസ്കി അഭിപ്രായപ്പെട്ടത്. റഷ്യ ക്രൂഡ് ഓയിൽ വ്യാപാരത്തിലൂടെ നേടുന്ന സാമ്പത്തിക ലാഭം യുക്രൈനെതിരായ യുദ്ധത്തിന് ഉപയോഗിക്കുന്നുവെന്ന് ആരോപിച്ചാണ് ട്രംപ് ഭരണകൂടം ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് 25% പിഴ താരിഫ് ഏർപ്പെടുത്തിയത്. കൂടാതെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേലുള്ള താരിഫ് 50% ഉയർത്തിയതോടെ ഇന്ത്യ അമേരിക്ക ബന്ധം കൂടുതൽ വഷളായി. ഈ നടപടിയെ പിന്തുണച്ച സെലൻസ്കി ട്രംപ് ഭരണകൂടത്തിന്റെ ഈ തീരുമാനം ശരിയായിരുന്നുവെന്ന് വ്യക്തമാക്കി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയായി റഷ്യയുമായി വ്യാപാര ബന്ധം തുടരുന്ന രാജ്യങ്ങൾക്ക് മേൽ കൂടുതൽ താരിഫ് ചുമത്തുന്നത് ഒരു നല്ല ആശയമാണെന്ന് സെലൻസ്കി പറഞ്ഞു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഊർജ വ്യാപാരത്തെ യുക്രൈനെതിരായ ഒരു ആയുധമാക്കി ഉപയോഗിക്കുകയാണെന്നും ഈ സാമ്പത്തിക സ്രോതസ് ഇല്ലാതാക്കാൻ മറ്റ് രാജ്യങ്ങൾ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. റഷ്യയുമായുള്ള ഊർജ വ്യാപാരം തുടരുന്ന യുക്രൈന്റെ യൂറോപ്യൻ പങ്കാളിയെയും സെലൻസ്കി വിമർശിച്ചു. റഷ്യയിൽ നിന്നുള്ള എല്ലാ വ്യാപാരങ്ങളും അവസാനിപ്പിക്കേണ്ടത് ആവശ്യമാണെന്നും ഇത് ശരിയായ നടപടിയല്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അലാസ്കയിൽ വെച്ച് ട്രംപും പുടിനും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയെക്കുറിച്ചും സെലൻസ്കി പ്രതികരിച്ചു. യുക്രൈൻ പ്രതിനിധികൾ അവിടെ ഇല്ലാതിരുന്നത് നിർഭാഗ്യകരമാണെന്നും ട്രംപ് പുടിന് ആവശ്യമായത് നൽകിയെന്നും അദ്ദേഹം ആരോപിച്ചു. തന്റെ രാജ്യം മിസൈലാക്രമണങ്ങൾക്ക് വിധേയമാകുമ്പോൾ മോസ്കോയിലേക്ക് പോകാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പകരം പുടിന് യുക്രൈൻ തലസ്ഥാനമായ കീവിലേക്ക് വരാമെന്നും അദ്ദേഹം വ്യക്തമാക്കി. Waytonikah.com, the exclusive Muslim matrimonial site.